തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ പ്രചരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രചരണ ജാഥ നയിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരനാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ അതിൽ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുകാരൻ കെ എസ് ശബരിനാഥനാണ്. അദ്ദേഹം കവടിയാറിൽ നിന്ന് മത്സരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണോ കാണുന്നത്? അത് തീർച്ചയായിട്ടും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ചുമതലയാണ്. അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ വികാരമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയാണ്, നഗരത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഈ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമായി കാണുന്നു. ഡെഫിനറ്റ്ലി ഇത്തവണ UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മേയർ തിരുവനന്തപുരം ജില്ല ഭരിച്ച് ഈ ജില്ലയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകും. കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി കോർപ്പറേഷനിൽ ബഹുദൂരം പിന്നിലാണ്. അപ്പോൾ മുന്നിലെത്തിക്കുക 10 സീറ്റിൽ നിന്ന് 30, 40. കഴിഞ്ഞ ദിവസം KM പറഞ്ഞത് 50+. അതാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും 51+ എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കഴിഞ്ഞ തവണ UDFനും കോൺഗ്രസിനും സീറ്റ് കുറഞ്ഞത് അത് ജനങ്ങളുടെ ഒരു ജനഹിതമല്ല. അത് ജനങ്ങൾ കോൺഗ്രസ്സിന് ഒരു ചെറിയ വടി കൊടുത്ത് ഒരു അടി നൽകിയതാണ്. ആ വടി കൊടുത്ത് അടി നൽകിയ ആളുകളോട് തെറ്റുകൾ പുറത്തുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ വീണ്ടും വരികയാണ്. ആ ഒറ്റക്കെട്ടായി വരുന്നതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ കണ്ട ഈ സ്ഥാനാർത്ഥി നിർണ്ണയം. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്ന ഇന്ന് ശ്രീ കെ മുരളീധരൻ ഞാനും ഒക്കെ പങ്കെടുക്കുന്ന ആ പര്യടനവും. ആ നന്നായ കോൺഗ്രസിനെയാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്.